അപ്പോൾ ശരിക്കും എന്തുകൊണ്ടാണ് ഈ കണിക്കൊന്ന പൂവ് ഇത്ര പവിത്രമായി നമ്മൾ കാണുന്നത്? അതിന് പിന്നിലൊരു കഥയുണ്ട്. നമുക്ക് ആ കഥയിലേക്കൊന്ന് പോയാലോ? ഗുരുവായൂരിൽ നടന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു കഥ. പണ്ടൊരിടത്ത് ഉണ്ണിന്ന് പേരുള്ള നിഷ്കളങ്കനായ ഒരു കുട്ടിയുണ്ടായിരുന്നു. ഈ ഉണ്ണി എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമായിരുന്നു. അത്ര വലിയ ഭക്തനായിരുന്നു അവൻ പക്ഷേ അമ്പലത്തിൽ പോയിരുന്നത് കാശിനോ വലിയ സ്ഥാനങ്ങൾക്കോ വേണ്ടി പ്രാർത്ഥിക്കാനായിരുന്നില്ല. അവൻ ഒരേയൊരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ: തന്റെ കൂട്ടുകാരനായ കുട്ടിക്കൃഷ്ണനോടൊപ്പം കളിക്കണം. അതായത് സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ ബാലരൂപമില്ലേ, ആ കണ്ണനോടൊപ്പം കളിക്കണം, അത്രമാത്രം. അവന്റെ ആ നിഷ്കളങ്കമായ ഭക്തി കണ്ടിട്ട് അത് ഭഗവാന്റെ ഹൃദയത്തിൽ തന്നെ കൊണ്ടു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ആരും പ്രതീക്ഷിക്കാത്ത ഒരത്ഭുതം നടന്നു. ഉണ്ണിയുടെ ആ സ്നേഹത്തിൽ അലിഞ്ഞുപോയ ഭഗവാൻ കൃഷ്ണൻ അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ ഒരു രാജാവായിട്ടോ ദൈവമായിട്ടോ ഒന്നും അല്ലാട്ടോ, ഉണ്ണി കളിക്കാൻ കൊതിച്ച അതേ കുട്ടിക്കൃഷ്ണനായിട്ട്. എന്നിട്ട് അവരുടെ ആ കൂട്ടുകെട്ടിന്റെ അടയാളമായിട്ട് കൃഷ്ണൻ തന്റെ അരയിലുണ്ടായിരുന്ന സ്വർണ്ണ അരഞ്ഞാണം ഊരി ഉണ്ണിക്ക് സമ്മാനമായി നൽകി. ഈ അരഞ്ഞാണം അല്ലെങ്കിൽ കിങ്ങിണി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പണ്ട് കുട്ടികളൊക്കെ അരയിൽ കെട്ടുന്ന ഒരു സ്വർണ്ണ നൂലാണ്. അപ്പോൾ ഇത് കൃഷ്ണന്റെ ബാല്യകാല കളികളുടെയൊക്കെ ഒരു ഓർമ്മയാണ്. ഒരു വലിയ രാജകീയ ആഭരണമൊന്നുമല്ല, മറിച്ച് അവരുടെ ആ സ്നേഹബന്ധത്തിന്റെ, ആ കളിക്കൂട്ടുകെട്ടിന്റെ ഒരു അടയാളം. സന്തോഷം കൊണ്ട് ഉണ്ണിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. ആ ദിവ്യ സമ്മാനവും കൊണ്ട് അവൻ നേരെ വീട്ടിലേക്ക് ഓടി, ഈ കഥ എല്ലാവരോടും പറയാൻ വേണ്ടി. പക്ഷേ അതേസമയം അമ്പലത്തില് വലിയൊരു പ്രശ്നമുണ്ടായി. പൂജാരി നോക്കുമ്പോൾ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന സ്വർണ്ണ അരഞ്ഞാണം കാണാനില്ല. ആ വാർത്ത കാട്ടുതീ പോലെ അങ്ങ് പടർന്നു. ഇതിനിടയിൽ ഉണ്ണി തനിക്ക് കൃഷ്ണൻ തന്ന അരഞ്ഞാണം എല്ലാവരെയും കാണിച്ചപ്പോൾ അവൻ പറഞ്ഞ കഥ ആരും വിശ്വസിച്ചില്ല. എല്ലാവരും അവനെ സംശയിച്ചു. സ്വന്തം അമ്മ പോലും വിചാരിച്ചത് അവൻ അമ്പലത്തിൽ നിന്നത് മോഷ്ടിച്ചതാണെന്നാണ്. പാവം ഉണ്ണി, അവന്റെ ഹൃദയം തകർന്നുപോയി. പക്ഷേ ആ നിരാശയുടെയും സങ്കടത്തിന്റെയും നടുവിൽ ഒരു വലിയ സത്യം വെളിപ്പെടാൻ പോവുകയായിരുന്നു. ഒരു ദിവ്യമായ സമ്മാനം കിട്ടിയിട്ട് മനുഷ്യന്റെ സംശയം അതിനെ നേരിടുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? സങ്കടം സഹിക്കാനാവാതെ ആ കുട്ടി ആ സ്വർണ്ണ അരഞ്ഞാണം ദേഷ്യത്തോടെ വലിച്ചെറിഞ്ഞു. അത് ചെന്ന് വീണത് അടുത്തുള്ള ഒരു മരക്കൊമ്പിലാണ്. അടുത്ത നിമിഷം അവിടെ കൂടി നിന്ന എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു മായാജാലം സംഭവിച്ചു. ആ സ്വർണ്ണ അരഞ്ഞാണം മനോഹരമായ മഞ്ഞപ്പൂക്കളുടെ കുലകളായി മാറി. ആ മരം മുഴുവൻ ആ സ്വർണ്ണപ്പൂക്കൾ കൊണ്ട് നിറഞ്ഞു. എല്ലാവർക്കും മനസ്സിലായി, ഉണ്ണി പറഞ്ഞത് സത്യമായിരുന്നു. അങ്ങനെയാണ് കണിക്കൊന്നപ്പൂവുണ്ടായതെന്ന് ഐതിഹ്യം പറയുന്നു. അപ്പോ അന്നു മുതൽക്കാണ് കണിക്കൊന്നപ്പൂവ് കേരളത്തിൽ ഇത്രയും പുണ്യമുള്ളൊരു പൂവായി മാറിയത്. ഈ പൂവ് ശരിക്കും പല കാര്യങ്ങളുടെയും ഒരു പ്രതീകമാണ്. ഒന്ന്, അത് സാക്ഷാൽ കൃഷ്ണന്റെ ദിവ്യ സാന്നിധ്യമാണ്. ആ പൂക്കൾ ഭഗവാന്റെ പുഞ്ചിരിയാണെന്നാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ ആ സ്വർണ്ണനിറം, അത് വിഷുക്കണിയിലെ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും അടയാളമാണ്. ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, ഈ പൂക്കൾ കൃത്യം വിഷുകാലത്ത് മാത്രമേ പൂക്കുകയുള്ളൂ. അതാണതിൻ്റെ ദൈവികമായ സമയം. പോരാത്തതിന് കണിക്കൊന്നൻ നമ്മുടെ കേരളത്തിൻ്റെ ഔദ്യോഗിക സംസ്ഥാന പുഷ്പം കൂടിയാണ്. ഉണ്ണിയും കൃഷ്ണനും തമ്മിലുള്ള ബന്ധത്തിൻ്റെയും ആ നിഷ്കളങ്കമായ വിശ്വാസത്തിൻ്റെയും ഒക്കെ ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ് ഈ പൂവ്.